ഇടയായി തീർന്നത് വളരെ അർത്ഥവത്താകുന്ന ഒരു ഗാനം പ്രിയ ജിജിയിലൂടെ നമുക്ക് കേൾക്കുവാൻ കഴിയും. പണം കൊടുത്താൽ ഈ ലോകത്ത് നമുക്ക് പലതും നേടിയെടുക്കാൻ കഴിയും. എന്നാൽ ഒരു മനുഷ്യന്റെ പുരുഷായുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് കൊടുത്താലും നേടിയെടുക്കാൻ കഴിയാത്ത ഒന്നുകൊണ്ട് അത് ലൗകിക രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ രക്ഷ എന്ന സത്യമാണ് എന്ന് നാം ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പണക്കാരനും ദരിദ്രനും സമൂഹത്തിൽ ഉള്ള ഏതൊരു വ്യക്തിക്കും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിലുള്ള രക്ഷ സൗജന്യമായി തരുവാൻ ആ യേശു എന്ന രക്ഷിതാവ് ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ടുള്ള ഒരു അനുഗ്രഹീത സന്ദേശം കർത്താവിന്റെ വേലയിലായിരിക്കുന്ന അനുഗ്രഹീത ദൈവദാസൻ പാസ്റ്റർ സുദർശനൻ അവറുകളിലൂടെ നമുക്കിപ്പോൾ ശ്രവിക്കാൻ കഴിയുന്നതാണ്. ആ കർത്താവിന്റെ ദാസൻ ഈ ദേശത്തോടുള്ള അനുഗ്രഹീതമായ ആത്മീയ സന്ദേശം ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും. ഏവരെയും ആ സന്ദേശത്തിലേക്ക്, ഈ മൈക്ക് പോയിന്റിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് അവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മധ്യാഹ്ന വേളയിൽ കർത്താവിന്റെ സദ്വർത്തമാനവുമായി സുവിശേഷ പ്രവർത്തനങ്ങളുമായി ഈ ദേശത്ത് കടന്നു വരുവാനും ഈ ദേശവാസികളോട് ജീവിച്ചിരിക്കുന്ന ഏക സത്യദൈവമായ യേശു ക്രിസ്തുവിന്റെ നല്ല സുവിശേഷത്തെ അറിയിപ്പാൻ സ്വർഗീയ ദൈവം എളിവരാകുന്ന ഏഴകൾക്ക് ഇന്ന് മധ്യാഹ്നത്തിൽ ഒരുക്കി തന്ന വലിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങളുടെ ശബ്ദപരിധിക്കുള്ളിൽ, ഈ സ്പീക്കറിന്റെ ശബ്ദപരിധിക്കുള്ളിൽ യേശു ക്രിസ്തുവിന്റെ സദ്വർത്തമാനം കേൾക്കുന്ന വാത്സല്യ ദേശവാസികളായ മാതാപിതാക്കൾ, സഹോദരി സഹോദരങ്ങൾ, പിഞ്ചു പൈതങ്ങൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ഗോസ്പൽ പ്രവർത്തന ടീമിന്റെ സ്നേഹ വാത്സല്യവും ബന്ധനവും അറിയിക്കുന്നു. കർത്താവിന്റെ ധന്യ തിരുനാമത്തെ ശ്രമിക്കുന്ന ഏവരെയും ഈ പകൽക്കാലം കർത്താവിന്റെ പരിശുദ്ധി ആത്മാവ് ഉള്ളങ്ങളിൽ ഏർപ്പെട്ട് ഹേമിക്കുമാറാകട്ടെ എന്ന് പ്രാരംഭത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അല്പനേരം ഈ ദേശത്തോട് ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഏക സത്യതയുമായി യേശു ക്രിസ്തുവിന്റെ സദ്വർത്തമാനത്തെ ഘോഷിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ച ഒരേക സത്യദൈവമുണ്ട്. ആ ദൈവത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ വേറൊരു നാമമില്ല. അല്ലെങ്കിൽ ദൈവം കല്ലിലോ മണ്ണിലോ ഹല്ലേലൂയ ഒന്നിലും വസിക്കുന്നില്ല. ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുകയാണ്. ഹൃദയം സമർപ്പിക്കപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് വരുന്ന ഏവരെയും ദൈവം ചേർത്തുകൊള്ളുന്നു. യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് കർത്താവിന്റെ കൽപ്പന പ്രമാണിച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കുന്ന തന്റെ മക്കളെ ദൈവം ദൈവമക്കളാകുവാൻ ഹല്ലേലൂയ കൽപ്പന തന്നു. ആ ദൈവത്തിന്റെ കൽപ്പന പ്രമാണിച്ച് ദൈവത്തിനു വേണ്ടി ശുഷ്കാന്തിയോടെ പാപവഴികളെ വിട്ടൊഴിഞ്ഞ് ദൈവത്തിനു വേണ്ടി ശുഷ്കാന്തിയോടെ ജീവിക്കുന്ന വിശുദ്ധരെ ചേർക്കുവാൻ കർത്താവ് വേഗം വരുന്നു. ആ കർത്താവ് വരുന്നതിന്റെ അടയാളങ്ങളാണ് നാം മധ്യേഷ്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ ഹല്ലേലൂയ ജനമാ വസിക്കുന്ന ഇസ്രായേലിന്റെ നാല് ചുറ്റാകെ 18 മറ്റ് ഇതര ഭാഷക്കാരും വംശക്കാരും ഗോത്രക്കാരുമായുള്ളവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അവർക്ക് ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാതെ തന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആ മഹാദൈവം, ആ ദൈവത്തെ അറിയുന്ന ആ തന്റെ കുഞ്ഞുങ്ങളെ ദൈവം ഒരാപത്തിൽ നിന്നും അല്ലെങ്കിൽ ആപത്തനർത്ഥങ്ങളിൽ നിന്നും വിടുവിച്ച നിത്യരാജ്യത്തിനു വേണ്ടി ഒരുക്കുവാൻ ദൈവം സദാ യാഗരൂപനായിരിക്കുകയാണ്.
നാം ഹല്ലേലൂയ പാപികളാണ്. ഒരു മനുഷ്യനും ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ മുകളിൽ നാം രക്ഷിക്കപ്പെടുവാൻ ഏക നാമം യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഏതെനിൽ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മടഞ്ഞ് ജീവശ്വാസം ഊതി ഹല്ലേലൂയ നിലനിർത്തി. കർത്താവ് അവരോടായി അരുളി ചെയ്തു, ഭൂമിയിലുള്ള സകലത്തിന്മേലും വാഴുവാൻ ദൈവം അവർക്ക് അധികാരം കൊടുത്തെങ്കിലും ദൈവം ഏദനിൽ അല്ലെങ്കിൽ ഏദന്റെ നടുവിൽ സൃഷ്ടിച്ചാക്കിയതായ മരത്തിന്റെ അടുത്തേക്ക് കടന്നു പോവുകയോ അതിൽ നിന്ന് അതിന്റെ ഖനി ഭക്ഷിക്കുകയോ ചെയ്യരുതെന്ന് കൽപ്പിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും സദൃശ്യത്തിലും സൃഷ്ടിച്ചതായ ജനം ദൈവ കൽപ്പനയെ ലംഘിച്ച ആ മരത്തിന്റെ ആ വൃക്ഷത്തിന്റെ ഫലം ഭക്ഷിച്ചതുകൊണ്ട് ലോകത്തിൽ പാപം കടന്നുകൂടുവാനിടയായി. പാപത്തിന്റെ അധികാരിയാകുന്ന പിശാച് ലോകജനതയെ ഭരിക്കുവാൻ തുടങ്ങി. എന്നാൽ അല്ലെങ്കിൽ ജനം പാപഭംഗിതമായി ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ പാപത്തിന് അടിമപ്പെട്ട പാപപ്രവൃത്തി ചെയ്തപ്പോൾ പിതാവാം ദൈവം തന്റെ പുനോപന പുത്രനായ യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചത് മാനവരാശിയുടെ പാപപരിഹാരത്തിനായി. മാനവരാശിയുടെ പാപപരിഹാരത്തിനായി 30 വർഷം മനുഷ്യനായും 3.5 വർഷക്കാലം ദൈവമെന്നും നമുക്ക് വെളിപ്പെടുത്തി തന്ന ഏക രക്ഷിതാവായ മാത്രം നാം നാവുകൊണ്ട് ഏറ്റുപറഞ്ഞ് സ്വീകരിച്ചാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരികയും നാം ലോകത്തിൽ ജീവിച്ച് പാപത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ആ പാപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുകയും ചെയ്യും. ദൈവത്തിന്റെ വചനം ഇങ്ങനെ വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രിയരെ, നിങ്ങൾ ഒന്ന് മാത്രം ചെയ്യുക. ഇപ്പോൾ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഇരുന്ന് ഭവനത്തിൽ അല്ലെങ്കിൽ ഷോപ്പുകളിൽ ഇരുന്ന് ഞങ്ങളെ ശ്രമിക്കുന്ന ഞങ്ങളെ വാത്സല്യ മാതാവേ, വാത്സല്യ പിതാവേ, വാത്സല്യ സഹോദര സഹോദരി, കുഞ്ഞെ, ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവേ അങ്ങേ ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു എന്ന് ഹൃദയം കൊണ്ട് ഹൃദയത്തിൽ ഏറ്റുപറഞ്ഞാൽ, ഞാനൊരു പാപിയാണെന്ന് സമ്മതിച്ചാൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരും. നിങ്ങൾ രോഗിയാണോ? നിങ്ങൾ രോഗപീഠയിലാണോ? നിങ്ങൾ പാപത്തിന് അടിമയാണോ? നിങ്ങൾ ഹല്ലേലൂയ കടഭാരത്തിൽ ഭാരപ്പെടുന്നവരാണോ? ഏത് കുഞ്ഞുങ്ങളുടെ തലമുറയുടെ വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നവരാണോ? കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിന് അടിമപ്പെട്ട് മാതാപിതാക്കൾ ഹൃദയം നുറങ്ങുന്ന മാതാപിതാക്കളാണോ? നിങ്ങൾ ദൈവത്തോട് വിളിച്ചു പറഞ്ഞാൽ ഇന്ന് പകൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് നിത്യസമാധാനം പകരുകയും നിങ്ങൾ യേശുക്രിസ്തുവിനോട് വിളിച്ചപേക്ഷിക്കുന്ന ഏത് വിഷയത്തിന്മേലും നിങ്ങൾക്ക് മറുപടി തന്ന് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കുകയും ഭവനത്തിന്റെ അകത്തളങ്ങളിൽ സമാധാനം തരികയും ചെയ്യുന്ന ഏക സത്യദൈവമായ യേശുക്രിസ്തുവിന്റെ സത്വർത്തമാനമാണ് ഞാൻ നിങ്ങളെ അറിയിക്കുന്നത്. യേശുക്രിസ്തു വിളിച്ചു പറഞ്ഞു, ഹല്ലേലൂയ, ഞാൻ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്ന സമാധാനമല്ല. ലോകം തരുന്ന സന്തോഷവും സമാധാനവും അല്പനേരത്തേക്ക് മാത്രമേ ഉള്ളൂ. ആ സമാധാനം തേടി ജനം മദ്യപാനത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും അടിമപ്പെട്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്വർഗത്തിൽ ദൈവം കരയുകയാ. ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച തന്റെ മക്കൾ പാപഭംഗിതമായ ജീവിതം നയിച്ച് എന്നെ വിട്ട് വിദൂരത്തിലേക്ക് അകർന്നു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ഹല്ലേലൂയ ആത്മാവ് വിളിച്ചു പറയുന്നു, മകനേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, മകളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്റെ അടുത്തേക്ക് മടങ്ങി വരിക, എന്റെ അടുത്തേക്ക് മടങ്ങി വരിക. ആശ്വാസം ഞാൻ നിനക്ക് പകരാം, നിന്നെ ഞാൻ നിത്യതയിൽ ചേർത്ത് കൊള്ളാം. വല്ലൊരു പ്രിയരെ, എന്നെ ശ്രമിക്കുന്ന പ്രിയരെ, നിങ്ങളോടൊന്ന് വിളിച്ചു പറയാ, നമ്മുടെ ആയുഷ്കാലം 70 80 അത് ഹല്ലേലൂയ പുല്ലരിഞ്ഞു വാടിപ്പോകുന്നത് പോലെ പോകുവാനിടയായിത്തീരും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ഒന്നിനും നിത്യരാജ്യം ഒരുക്കി വച്ചിരിക്കുന്നു. അതിൽ സാധാരണപ്പെട്ട മനുഷ്യൻ ആർക്കും പ്രവേശിക്കുവാൻ കഴിയുന്നതല്ല. യേശുക്രിസ്തുവിനെ ഞാനൊരു പാപിയാണ് കർത്താവേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അങ്ങ് എന്റെ ഉള്ളങ്ങളിലേക്ക് വരണമേ എന്ന് ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ദൈവകൽപ്പന പ്രമാണിച്ച വിശുദ്ധിയിലും വേർപാടിലും ആത്മാവിലും സത്യത്തിലും ജീവിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ കർത്താവിതാ വേഗം
വേഗം വരുന്നു. എന്റെ പ്രിയരെ, നമുക്ക് അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ലോകത്തിൽ നാം എന്ത് നേടിയാലും ഇവിടെ വെച്ചിട്ട് നാം പോകേണ്ടി വരും. യേശു ക്രിസ്തുവിനെ നാം നഷ്ടപ്പെടുത്തിയാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവിടെ നമുക്ക് അഗ്നിഗന്ധക പുകയാണ്. അവിടെ നമുക്ക് കിടക്കുവാൻ കഠിനായി പുഴുകും, അല്ലെങ്കിൽ നമുക്ക് ചൂടുവാൻ കൃമികളും മാത്രമത്രേ. അവിടെ കരച്ചിലും പല്ലുകടിയും മാത്രമാണ് നമുക്ക് അവശേഷിച്ചിരിക്കുന്നത്. ഈ സത്വർത്തമാനം ഘോഷിക്കുവാൻ അപ്പൻ യേശു അപ്പന്റെ പരിശുദ്ധി ആത്മാവ് ഞങ്ങളെ ഹേമിച്ച ഈ പട്ടണത്തിലേക്ക് അയച്ചെങ്കിൽ ഇന്ന് പകൽ ഞങ്ങൾ ദൈവത്തിന്റെ തിരുനാമത്തെ നിങ്ങളോട് വിളിച്ചു പറയുമ്പോൾ ഇതാണ് ഒരു അവസരം. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ മുകളിൽ നാം രക്ഷിക്കപ്പെടുവാൻ യേശു ക്രിസ്തു എന്ന ഏക നാമമല്ലാതെ വേറൊരു നാമമില്ല. ഒന്ന് മാത്രം പറയുക. നേർച്ചകൾ വേണ്ട, വഴിപാടുകൾ വേണ്ട, ഒരു പൈസ പോലും മുടക്കില്ല. എന്റെ പ്രിയരെ, നിങ്ങൾ നാവ് കൊണ്ട് ഏറ്റു പറയുക, കർത്താവേ, ഞാനൊരു പാപിയാണ്, ഞാൻ എന്റെ പാപം അങ്ങയോട് ഏറ്റു പറയുന്നു. അങ്ങന്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്ന് ഈ രക്ഷാമാർഗത്തിലേക്ക് എന്നെ നടത്തണമേ, എന്നെയും എന്റെ കുടുംബത്തെയും നടത്തണമേ. എന്റെ ഹസ്ബൻഡ് ഒരു മദ്യപാനിയാ, എന്റെ മകൻ കലകക്കാരനാ, ഇതിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എന്റെ ഉള്ളത്തിലേക്കൊന്ന് കടന്നു വന്ന് അങ്ങയ്ക്ക് വേണ്ടി ജീവിപ്പാൻ ഇതാ ഞാൻ എന്റെ ഹൃദയത്തെ തുറന്നു തരുന്നു. വചനം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് വന്ന് അവൻ എന്നോടും ഞാൻ അവനോടും കൂടി അത്താഴം കഴിക്കുമെന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മെ വിളിച്ചറിയിക്കുമ്പോൾ ഇന്ന് പകല് എന്റെ പ്രിയരെ, ഈ ശബ്ദപരിധിക്കുള്ളിൽ അടിയങ്ങളുടെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയരെ, നിങ്ങളൊന്ന് മാത്രം ചെയ്യുക. യേശുവേ, ഞാനൊരു പാപിയാണ് എന്ന് സമ്മതിക്കുന്നു. എന്റെ ഉള്ളങ്ങളിലേക്കൊന്ന് കടന്നു വന്ന് ഈ രക്ഷാമാർഗത്തിലൂടെ എന്നെ നടത്തി നിത്യ നരകത്തിൽ ഞാൻ വീണുപോകാതെ നിത്യരാജ്യത്തിനു വേണ്ടി എന്നെയും എന്റെ കുടുംബത്തെയും ജോഷുവ വിളിച്ചു പറഞ്ഞതുപോലെ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് വിളിച്ചു പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം ജീവിച്ചിരിക്കുന്ന ഏക സത്യദൈവം നിങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങൾ ഇന്നുവരെയും ഈ നിമിഷം വരെയും അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലത്തിൽ നിന്ന് ഒരാശ്വാസവും സമാധാനവും തന്ന് നിങ്ങളുടെ വിഷയത്തിന് മറുപടി തന്ന് നിങ്ങളെയും ഞങ്ങൾ വിളിച്ചു പറയുന്നത് പോലെ നിർത്തിക്കൊണ്ട് ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ജീവിച്ചിരിക്കുന്ന ഏക സത്യദൈവം ശക്തനെന്ന് ഒരിക്കൽ കൂടി ഈ ദേശത്തോട് ഞങ്ങൾ സത്വർത്തമാനം അറിയിക്കുകയാണ്. ദൈവത്തിന്റെ നിയോഗത്താൽ ഈ മധ്യാനവേളയിലും ഈ പ്രദേശത്ത് സത്വർത്തമാനം അറിയിക്കുവാൻ ഞങ്ങളെ അയച്ചത് ഞങ്ങളുടെ ദൈവമാണ്. ഈ ശബ്ദപരിധിക്കുള്ളിൽ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ വാത്സല്യ സഹോദര സഹോദരി കുഞ്ഞെ, ഒന്ന് മാത്രം, ഇനി ഒരു രക്ഷയില്ല. കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ വേളയിൽ ജീവിച്ചിരിക്കുന്ന ഏക സത്യ ദൈവത്തിന്റെ വിശുദ്ധ മാർഗമല്ലാതെ ഈ നിത്യതയിലെത്തുവാൻ വേറൊരു മാർഗമില്ല. എന്ത് നേടിയാലും, എത്ര കോടി നേടിയാലും, എന്തെല്ലാം ഭൂമിയെ മൊത്തം നമ്മൾ അവകാശമാക്കിയാലും ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? നീ സർവ ലോകവും നേടിയാലും നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? എന്റെ പ്രിയരെ, ഇന്ന് കേൾക്കണം, നിങ്ങൾ ശ്രമിക്കണം, ഏറ്റെടുക്കണം. ഈ ലോകം മൊത്തവും നിങ്ങൾ നേടിയാലും നിങ്ങളുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനമാ? ഈ ആത്മാവിനെ നഷ്ടപ്പെടുത്തി നാം യേശു ക്രിസ്തുവിനെ അറിയാതെ നാളെ മരിച്ചാൽ നാം പോകുന്നത് പുഴുവും അഗ്നിയുമുള്ള നിത്യ നരകത്തിലേക്ക്. എന്നാൽ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്ന, വിശുദ്ധിയിൽ ജീവിക്കുന്ന തന്റെ മക്കൾ പോകുന്നത് ക്രിസ്തുവിനോടൊപ്പം നിത്യരാജ്യത്തിലെത്രേ. അതിനുവേണ്ടി വളരെ വാഞ്ചയോടെ ഈ പകൽക്കാലം ഈ ശബ്ദപരിധിക്കുള്ളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ സത്വർത്തമാനം സന്തോഷത്തോടെ അറിയിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ സന്തോഷം വേണമോ, സമാധാനം വേണമോ, നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചേ മതിയാകുകയുള്ളൂ. ഞങ്ങളെ ദൈവത്തിന്റെ പരിശുദ്ധി ആത്മാവ് നിയോഗിച്ച ഈ ദേശത്തേക്ക് അയച്ചിരിക്കും.
വെച്ചിരിക്കുന്നത്. ഈ ദേശവാസികളോട് യേശു ക്രിസ്തുവിന്റെ ജീവിച്ചിരിക്കുന്ന ഏക സത്യദൈവത്തിന്റെ ഹല്ലേലൂയ സുവിശേഷം, ഹല്ലേലൂയ സത്യവർത്തമാനം ഘോഷിക്കുവാൻ മഹോന്നതനായ ദൈവം ഈ ഹല്ലേലൂയ ദേശത്തേക്ക് ഞങ്ങളെ അയച്ചെങ്കിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നിശ്ചയമായി ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആത്മാവിൽ വിശ്വസിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ചില വ്യക്തികളുടെ ഉള്ളങ്ങളിൽ പരിശുദ്ധി ആത്മാവ് ഹല്ലേലൂയ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ചിലരിയ്ക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് പറയുക, ഞാൻ ഹല്ലേലൂയ ഒരു പാപിയാണ് കർത്താവേ, എന്റെ ഉള്ളത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ, എന്നെ ശുദ്ധീകരിക്കണമേ, എന്റെ പാപങ്ങളെ പോക്കി അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ എന്നെ ഒരുക്കണമേ എന്ന് ചില വ്യക്തികൾ ഹല്ലേലൂയ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് പരിശുദ്ധി ആത്മാവ് അടിയനെ കാണിക്കുകയാണ്. ഈ ദേശം നിങ്ങൾ മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും. ഈ ദേശത്ത് മദ്യപാനത്തിലും മയക്കുമരുന്നിലും അനാശാസ്യ പ്രവൃത്തികളിലും ഇരിക്കുന്ന ജനം വിടുവിക്കപ്പെടും. ഇന്ന് കർത്താവിന്റെ ദൈവഭക്തന്മാർ പോലും, ദൈവമക്കൾ പോലും, ജനതകൾ മൊത്തവും അവർ വളരെ ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും രോഗത്തിലും രോഗപീഠയ്ക്കും അടിമകളാണ്. ഹല്ലേലൂയ. അനേകരെ പിശാച് ബന്ധിച്ചിരിക്കുകയാണ്, രോഗമിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്യുന്നത് കൊണ്ട്, പാപത്തിൽ ജനം അല്ലെങ്കിൽ മുന്നോട്ട് ഗമിക്കുന്നത് കൊണ്ട്, പാപത്തിന്റെ ഹല്ലേലൂയ അധികാരിയായ പിശാച് മുഖം വച്ച അല്ലെങ്കിൽ അവരെ ഹല്ലേലൂയ പാപവഴിയിൽ സഞ്ചരിപ്പിച്ച രോഗത്തിലും രോഗപീഠയിലും അസമാധാനത്തിലും ആക്കി നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്ര ചികിത്സിച്ചിട്ടും അല്ലെങ്കിൽ രോഗം സൗഖ്യമാകുന്നില്ല. എത്ര പൂജകൾ കർമ്മങ്ങൾ ചെയ്തിട്ടും ഹല്ലേലൂയ രോഗം സൗഖ്യമാകുന്നില്ല. എന്തുകൊണ്ട് പ്രിയരെ? പാപം നമ്മളിൽ ഹല്ലേലൂയ പെരുകിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. നോക്കൂ, ഞാൻ ഹല്ലേലൂയ ഒരു ഹിന്ദു മതത്തിൽ ജനിച്ച വളർത്തപ്പെട്ടവനാ. ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ച അല്ലെങ്കിൽ ഈ പട്ടണത്തിൽ കൊണ്ടുവന്ന് ദൈവത്തിന്റെ അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുവാൻ ദൈവമാക്കി വെച്ചെങ്കിൽ ജന്മാന്തരങ്ങൾക്ക് മുന്നമേ അത് ദൈവത്തിന്റെ കൽപ്പനയാ. ഇന്ന് ഇവിടെ നിന്ന് ഈ അല്ലെങ്കിൽ യേശുവിന്റെ വർത്തമാനം ഈ ജനതയോട് വിളിച്ചറിയിക്കുക എന്നുള്ളത് എന്റെ ജന്മത്തിന് മുന്നമേ സ്വർഗത്തിലെ ദൈവം എഴുതി വെച്ചിരുന്നതാകയാൽ അതുകൊണ്ടാണ് ഇന്ന് എന്റെ ഹല്ലേലൂയ സ്വന്തം സഹോദരങ്ങളാകുന്ന നാം ആദാമിൽ നിന്ന് ജനിച്ചവരാണ്. ഹല്ലേലൂയ ഏത് ജാതിയോ മതമോ വ്യക്തിയോ അല്ല. അവൻ മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനോ ജൈനനോ ബുദ്ധനോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ, ഏക സത്യദൈവത്തിന്റെ സൃഷ്ടിയാണ് നാം. ആ മഹാദൈവം ഏഥനിൽ മണ്ണുകൊണ്ട് പടഞ്ഞ് ജീവശ്വാസമൂതി നിലനിർത്തിയതാണ് ദൈവം. പക്ഷേ ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തതൊന്നു മാത്രമേ ഉള്ളൂ. സകലതും ദൈവത്താൽ സാധ്യം. ഒന്ന് മാത്രം ദൈവത്തിന് കഴിയത്തില്ല, പാപം. പാപമൊഴികെ സകലത്തിന് മതിയായവനാണ് നമ്മുടെ ദൈവം. പക്ഷേ അല്ലെങ്കിൽ ദൈവ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ ഞാനൊരു പാപിയാണെന്ന് മാത്രം രണ്ടക്ഷരം മാത്രം ദൈവത്തോട് ഏറ്റു പറയണം. ഞാൻ സമ്മതിക്കുന്നു കർത്താവേ, ഞാനൊരു പാപിയാണ്. ഇന്ന് പകൽ എന്റെ പാപത്തെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഒന്ന് കഴുകണമേ. ഞങ്ങൾ വചനം വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് അല്ലെങ്കിൽ വചനം ഞങ്ങൾ വായിക്കുന്നു. ഇതാ കർത്താവേ, എന്റെ ഉള്ളത്തിൽ കടന്നു വരണമേ. എന്നെ അങ്ങയുടെ വിശുദ്ധ രക്തത്താൽ ഒന്ന് കഴുകണമേ. എന്നെ പാപമംഗലമായ ഈ ജീവിതത്തിൽ നിന്ന് ഒന്ന് വിടുവിക്കണമേ. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഈ ശബ്ദപരിധിക്കുള്ളിലിരുന്ന് കേൾക്കുന്ന ദേശവാസികളെ, നിങ്ങൾ നാവ് കൊണ്ടൊന്ന് പറഞ്ഞാൽ മാത്രം മതി. ദൈവത്തിനത് കേൾക്കണം. ഞാനൊരു പാപിയാണെന്ന് എന്റെ മക്കൾ അല്ലെങ്കിൽ ദൈവത്തോട് പറയണമെന്നുള്ളത് അത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. ദൈവത്തിന്റെ ആഗ്രഹമാകുന്ന ആ പാപം ഇന്ന് പകൽ എന്റെ പ്രിയരേറ്റു പറയുന്നുവെങ്കിൽ ഈ പകൽ തന്നെ നിങ്ങളുടെ ഉള്ളങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരികയും ഇന്ന് വരെയും ജീവിതത്തിൽ എത്ര വയസ്സുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല, പക്ഷേ ഈ ജീവിതത്തിനുള്ളിൽ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു സ്വർഗീയ സന്തോഷം ഈ നിമിഷം നിങ്ങളുടെ ഉള്ളിൽ വരുമെന്ന് കർത്താവിന്റെ ആത്മാവിൽ ഞാൻ എന്റെ പ്രിയരോട് ഓർപ്പിക്കട്ടെ. ഈ പട്ടണവാസികളെ ഹല്ലേലൂയ ജനത്തോട് ഒരിക്കൽ കൂടി ഞങ്ങൾ ഒരുമിച്ച് പറയുന്നു, ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ മുകളിൽ നാം രക്ഷിക്കപ്പെടുവാൻ വേറൊരു നാമമില്ല. യേശു ക്രിസ്തു എന്ന നാമമല്ലാതെ
വേറൊരു നാമമില്ല. ആ ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട വചനത്താലാണ് ആകാശവും ഭൂമിയും പാതാളവും സകല അണ്ടകടാകത്തെയും ദൈവം സൃഷ്ടിച്ചത്. നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല നന്മകളും ആ ദൈവത്തിന്റെ മഹാദയാണ്. അവനാണ് നമുക്ക് തന്ന എല്ലാ നന്മകളും. ഇന്ന് ജീവശ്വാസം നാം മേലോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നത് മലയാള ഭാഷയുടെ 2 അക്ഷരമാണ്. യേശു. യേശു. സകല മാനവരാശിയും ശ്വാസോച്ഛ്വാസം നടത്തുന്നത് യേശു യേശു എന്ന് മാത്രമാണ്. നമ്മുടെ ദൈവം മഹാദയാലുവാണ്, മഹാകാരുണ്യവാനാണ്. ആ ദൈവം മനസ്സലിവുള്ള മഹാദൈവമാണ്. ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് എന്റെ പ്രിയരെ ഇന്ന് പകലേൽപ്പിച്ചു കൊടുക്കുക. ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരായ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാട്ടെ. യേശുവേ രാജ, അങ്ങ് എന്റെ ഉള്ളത്തിലേക്ക് കടന്നു വന്നു. ഈ സുവിശേഷം കേൾക്കുന്നതിന് മുമ്പ് എന്റെ മനസ്സ് കലങ്ങി മറിഞ്ഞു. ഞാൻ പല നേർച്ച കാഴ്ചകൾ വഴിപാടുകൾ നടത്തി. എങ്കിലും എനിക്ക് യാതൊരു സമാധാനവും കിട്ടിയില്ല. എന്റെ തലമുറകൾക്ക് വേണ്ടി ഞാൻ കണ്ണുനീരൊഴുക്കി. എന്റെ തുണയ്ക്ക് വേണ്ടി ഞാൻ കണ്ണുനീരൊഴുക്കി. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചു. ഒന്നിനും മറുപടി കിട്ടിയില്ല. ഇന്ന് ഒന്ന് ഏറ്റു പറയാമോ? നിങ്ങൾ ഏറ്റു പറയുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങൾ ഏത് വിഷയത്തിന്മേൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു, ആ വിഷയത്തിനെല്ലാം ഞങ്ങൾ സേവിക്കുന്ന യേശു ക്രിസ്തു മറുപടി തരുവാൻ ശക്തനാണ്. ഇന്ന് ഈ ദേശവാസികളോട് അല്പസമയം ഞങ്ങൾക്ക് സുവിശേഷം അറിയിപ്പാൻ അവസരമൊരുക്കിയ മഹാദയാലുവായ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ടീമുമായി വിവിധങ്ങളായ മേഖലകളിൽ കടന്നുപോയി സുവിശേഷം അറിയിക്കുന്ന തന്റെ ദാസന്മാർ, പാട്ടുപാടുന്ന വാത്സല്യ കുഞ്ഞു, പ്രത്യേകിച്ച് ഈ ടീമുമായി കേരളത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ, ജില്ലകളിലൊക്കെ പോയി, ഗ്രാമങ്ങളിലും പഞ്ചായത്തുകളിലും ഒക്കെ പോയി സുവിശേഷം അറിയിക്കുന്ന ഹല്ലേലൂയ ശ്രേഷ്ഠ ദേവദാസൻ ഷിഹാബുദ്ദീനെ, കുടുംബത്തെയും മറ്റ് കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും, പ്രത്യേകിച്ച് ഈ ടീമിൽ പാട്ട് പാടുന്ന ബ്രദർ ചിജി, എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അല്പനേരം ഞങ്ങൾക്ക് ഈ ദേശത്ത് സുവിശേഷം അറിയിക്കുവാൻ ഒരുക്കിയ അവസരത്തിനായി മഹാദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഈ ദേശത്ത് ഈ ശബ്ദപരിധിക്കുള്ളിൽ അങ്ങയുടെ സത്വർദ്ധമാനം കേട്ട എല്ലാ കുഞ്ഞുങ്ങളെയും ആകാശത്തിനും ഭൂമിക്കും പാതാളത്തിൻ്റെ അധികാരിയായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. ഈ നിത്യമായ ഏകസത്യ ദൈവത്തെ അറിയുവാൻ അവരുടെ കണ്ണിനെയും കാതിനെയും ഹൃദയത്തെയും ദൈവം തുറന്നു കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു. മുഴുമകത്വം അപ്പച്ചന് തരുന്നു. ഇവിടെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കിയ മഹാദൈവമായ യേശു ക്രിസ്തുവിന് പ്രത്യേകിയാൽ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ ആമേൻ, ആമേൻ, ആമേൻ. അനുഗ്രഹീതമായ നല്ല രാഷ്ട്രീയ സന്ദേശം ദേശത്തോട് പങ്കുവച്ച ശ്രേഷ്ഠാധ്യക്ഷനോടുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളിവിടെ വിളിച്ചു പറഞ്ഞതിന്റെ സാരം, മറ്റൊരുവനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു ക്രിസ്തു എന്നൊരു നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല എന്നുള്ളതാണ്. പ്രിയ ഹൃദയദാസങ്ങളോടെ നമുക്ക് ആ സന്ദേശം പിന്നെയും കേൾക്കുവാനുള്ള ഒരു അവസരം സ്വർഗത്തിലെ ദൈവം ഒരുക്കി വെച്ചു. ഒരുപക്ഷെ ഞങ്ങളിത് വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ വിവിധമാകുന്ന ജോലിയിലായിരിക്കാം, ആഹാരം കഴിക്കാനുള്ള സമയമാണ്, ഒരുപക്ഷെ നിങ്ങൾ ആഹാരം കഴിക്കുകയായിരിക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ കാതുകളിൽ വന്നു വീണ മാറ്റമില്ലാത്ത ദൈവശബ്ദം അത് നിങ്ങളെ ആത്മാവിന്റെ രക്ഷയ്ക്ക് ഉതകട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർമ്മമാർഗങ്ങളോ നമ്മുടെ നേർച്ചകളോ കാഴ്ചകളോ യാഗങ്ങളോ ഹോമങ്ങളോ ഒന്നും നമ്മെ നമ്മുടെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നതല്ല എന്നു പകൽക്കാലം ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു പറയുവാൻ താല്പര്യപ്പെടുകയാണ്. പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ കഴിയുന്ന, പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യമരണത്തിൽ നിന്ന് നമ്മെ വെടിവെപ്പാൻ കഴിയുന്ന, നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന ലോകരക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തുവിലല്ലാതെ മാനവരാശിക്ക് ഒരു രക്ഷയുമില്ലേ ഇല്ല എന്ന് ഇന്ന് പകൽക്കാലം ഞങ്ങൾ അസന്നിഗ്ധമായി അടിവരയിട്ടുകൊണ്ട് ഈ ദേശനിവാസികൾ
ഏറ്റെടുക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ, വിശ്വസിക്കുവാൻ താങ്കൾ തയ്യാറാണെങ്കിൽ, പ്രിയ സ്നേഹിത, നിന്റെ രക്താംബരം പോലെ കടിച്ചുവപ്പായ പാപങ്ങളെയും ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ, നിന്റെ പാപഭാരങ്ങളെ പഞ്ഞുപോലെ മൃദുലമാക്കി മാറ്റാമെന്ന് അരുളി ചെയ്തവൻ, ഇന്ന് നിന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കുവാൻ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഇന്ന് ഞങ്ങളുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പ്രിയ സ്നേഹിത, നീ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന എന്തിനാ? നീ ജീവിതത്തെ ശപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? നിനക്ക് ജീവിതം ഒരുക്കി തന്ന നല്ല രക്ഷകൻ, നിന്നെ മെനഞ്ഞുണ്ടാക്കിയ നല്ല രക്ഷിതാവായ ആ യേശു ക്രിസ്തുവിൽ നിന്റെ സകല പ്രശ്നങ്ങൾക്കും മറുപടിയുണ്ട്. പ്രിയ സ്നേഹിത, ഈ പകൽക്കാലം നിനക്കൊന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, നിനക്ക് നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ പ്രവർത്തിക്കാൻ നീ ഒരു അവസരം കൊടുക്കുമെങ്കിൽ, നിന്റെ ഏത് കരിങ്കെട്ട വീണ പ്രശ്നത്തിന്റെ നടുവിലും നിന്നും നിന്നെ കരം പിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ, നിന്നെ ദേശത്തിന് മുമ്പിൽ ആദരിക്കുവാൻ, നിനക്ക് നിത്യമായ രക്ഷ ഒരുക്കി തരുവാൻ, നിന്നെ നിത്യതയിൽ ചേർക്കുവാൻ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് ഈ ദേശത്തോട് ഞങ്ങൾ അസന്നിഗ്ധമായി അടിവരയിട്ടുണ്ട്, വിളിച്ചു പറയുന്നു. യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കാനിടയായി. താങ്കൾക്ക് വിശ്വസിക്കാമോ? താങ്കൾ രോഗത്തിലോ ഭാരത്തിലോ പ്രയാസത്തിലോ ഞെരുക്കത്തിലോ ഇരിക്കുന്ന വ്യക്തിയാണോ? എല്ലാവരും എന്നെ കൈവിട്ടു, ഞാൻ ഒറ്റപ്പെട്ടു പോയി, ന്യായമായി എനിക്ക് ലഭിക്കേണ്ടിയിരുന്ന നന്മകളും എല്ലാം നഷ്ടപ്പെട്ടു പോയി എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഈ പകൽക്കാലം യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചാട്ടെ. ഈ പകൽക്കാലം നിത്യ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി യേശുവിൽ താങ്കൾ ഇന്ന് പകൽക്കാലം ഒന്ന് വിശ്വസിച്ചാട്ടെ. താങ്കൾക്ക് നിത്യമായ രക്ഷ നൽകുവാൻ കഴിയുന്നവൻ, ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന, പ്രജാപതിയായിരിക്കുന്ന, മാനവരാശിക്ക് വേണ്ടി 33 തിരുവയസ്സിൽ കാൽവറിയുടെ കൊലക്കളത്തിൽ റോമ ഗവൺമെന്റിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് കാൽവറിയുടെ കൊലക്കളത്തിൽ യാഗമായി മാറിയ നല്ല രക്ഷകനായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. താങ്കൾക്ക് യേശുവിൽ രക്ഷയുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ ഇടയായിരിക്കും. വിശ്വസിച്ചാതെ പ്രിയമുള്ളവരെ, ഞങ്ങളൊക്കെ പലവിധമാകുന്ന ഭാഗങ്ങളിൽ ജീവിച്ചവരാണ്. ജീവിതത്തിൽ മദ്യപാനവും മറ്റുള്ളവരെ ഉപദ്രവിക്കുവാൻ വടിവാളുമൊക്കെയായി കടന്നുപോയിക്കൊണ്ടിരുന്ന വ്യക്തി ജീവിതങ്ങളാണ്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു അടുത്തു വന്നപ്പോൾ സമൂലമായ മാറ്റം വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ സുവിശേഷവാഹകരായി, സന്ദേശവാഹകരായി ഞങ്ങളെ മാറ്റിയെടുത്തത്, ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഈ ദേശത്തോട് വിളിച്ചു പറയുന്ന സനാതന സുവിശേഷം മാത്രമാണ്. ഒരു സത്തിനോ ഒരു കമ്മ്യൂണിസത്തിനോ ഈ ലോകത്തിലെ ഏതെങ്കിലും മറ്റ് ഇസങ്ങൾക്കോ ഞങ്ങളെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ, ഞങ്ങളെ നിത്യരാജ്യത്തിന് അവകാശികളാക്കാമെന്ന് വാഗ്ദത്തം ചെയ്തവൻ, ഇന്നും ജീവിക്കുന്ന ദൈവമായ ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൽ താങ്കൾക്ക് രക്ഷയുണ്ട്, സമാധാനമുണ്ട്, താങ്കൾക്ക് സന്തോഷമുണ്ട്. ഈ പകലിൽ താങ്കൾ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ നിത്യമായ രക്ഷ നൽകി താങ്കളെ ആശ്വസിപ്പിക്കുവാൻ ലോകത്തിന്റെ രക്ഷിതാവായിരിക്കുന്ന യേശു ക്രിസ്തു മതിയായ ദൈവമാണ്. താങ്കൾക്ക് ഏറ്റെടുക്കാമോ? ഒരു നിമിഷം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ ദേശത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധമാകുന്ന വിഷയങ്ങളുടെ നടുവിൽ ആകുലതയിലും ഭാരത്തിലും പ്രയാസത്തിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർ, ജനിച്ച ദിവസത്തെ പോലും ശപിച്ചുകൊണ്ട് മരണത്തെ ആഗ്രഹിച്ചിരിക്കുന്നവർ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദേശത്ത് വാരിവിതറിയ വചനം 30, 60, 100 മേനിയായി വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തിൽ അത് ഫലം കായ്ക്കുവാൻ, നിത്യമായ രക്ഷയിലേക്ക് അവർ അടുത്തു വരുവാൻ ഈ ദേശത്തോട് ദൈവത്തിന് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കുക. പുണ്യകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. മുഴുവൻ മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്നു. കല്ലൂർമുക്ക് ദേശനിവാസിയെ, നിന്റെ ദൈവത്തെ എഴുന്നേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ
യേശുവേ വരുമാറാകണമേ. ഗോഡ് ബ്ലസ് യു. ഇത്രയും സമയം ഞങ്ങളെ ശ്രദ്ധിച്ച നല്ലവരായ പ്രബുദ്ധരായ എല്ലാ ദേശനിവാസികൾക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. യേശുക്രിസ്തു ജീവിക്കുക, യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നു. യേശുവിനെ ഏറ്റെടുക്കാൻ യേശാനസ് തയ്യാറാണോ? നമ്മുടെ പാപത്തിന് വേണ്ടി യേശുക്രിസ്തു മരിച്ചുവെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? മനുഷ്യൻ പാപിയാണ്. മനുഷ്യൻ പാപിയായിരിക്കുന്ന മനുഷ്യൻ ഒരിക്കലും സ്വർഗരാജ്യം അവകാശമാക്കാൻ പറ്റത്തില്ല. പറ്റുമോ? എല്ലാവരും വന്നാ എന്നെ നോക്കി, എല്ലാവരും വന്നു. എനിക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ. ഒരു പെണ്ണ് കിട്ടിയാൽ മതി അല്ലേ? ഓക്കെ, നമ്മൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എന്താ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങയുടെ പൊന്നുപാദാന്ത്യത്തോട് അടുത്തുള്ളൂ. ഈ ദേശത്ത് കർത്താവിന്റെ മാറ്റമില്ലാത്ത നിത്യരക്ഷയെക്കുറിച്ച് വിളിച്ചു പറയുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. കർത്താവേ ദൈവമേ, പ്രിയ വാത്സല്യ പ്രിയപ്പെട്ടവൻ ഞങ്ങളോടൊപ്പം കടന്നു വന്നു. ദൈവമേ, ആ പറയപ്പെട്ട വിഷയത്തിന്റെ നടുവിൽ ഈ പ്രിയപ്പെട്ടവന് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടണമേ. നിത്യമായ രക്ഷയിൽ അടുത്തു വരാൻ സഹോദരനെ ദൈവം സഹായിക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കുന്നില്ലല്ലോ. അങ്ങയുടെ പുണ്യകരങ്ങളിൽ പ്രിയപ്പെട്ടവനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവിന്റെ നിത്യരാജ്യത്തിന് അവകാശിയാക്കി ഈ പ്രിയപ്പെട്ടവനെ ദൈവം മാറ്റുമാറണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെടണം. ദൈവമേ, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ഹൃദയത്തിൽ വെളിപ്പെട്ട് വരുവാൻ, ആഴത്തിലേറിയ വെളിപ്പാട് വെളിപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം പ്രിയപ്പെട്ടവനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പുണ്യങ്ങളിൽ താഴ്ത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മുഴുവൻ മഹത്വം അങ്ങ് കർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാസ്റ്റർ ഷിഹാബുദ്ദീൻ വായിക്കണം. എല്ലാവരും വന്നു. ശരി, ആയിക്കോട്ടെ.